കമ്പനിയിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ചേറെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സ് ഈ വാഹനത്തിലുണ്ട്. അതും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത്രയും വൈഡ് ഏരിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീച്ചേഴ്സ് കൊടുത്ത് തുടങ്ങുന്നത്. കാരണം ആരും ഫീച്ചേഴ്സ് കൊടുക്കത്തില്ല. ഇപ്പം മാരുതിയും ടൊയോട്ടയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകപ്പാട് ഒരു ചെറിയൊരു സ്റ്റീരിയോ. നമ്മൾ കുറച്ചു മുമ്പ് ഇത് കണ്ടത് ടെമ്പറേച്ചർ കൺട്രോൾ സ്വിച്ച് ആയിരുന്നു. പക്ഷേ ഇതിപ്പം വോളിയം പവറുമായി. ഇപ്പം ഞാൻ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇവാപ്പറേറ്റർ അസംബ്ലി അഥവാ കൂളിംഗ് കോയിൽസ് അവൈലബിൾ ആണ്. താഴെ ഒന്ന്, മേളിൽ ഒന്ന്. അപ്പോൾ മേളിൽ നമുക്ക് ഇൻഡിവിജ്വൽ പ്യൂരിറ്റി ഇൻഡെക്സ്, ഇതിനകത്ത് ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഫിൽറ്ററൊക്കെ നമുക്ക് മാറാൻ സാധിക്കും. ഇവിടെ താഴെയാണ് അതിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഞാനത് പറ്റുന്ന പോലെ ഒന്ന് അഴിച്ച് കാണിക്കാം. തന്നെ പൊങ്ങി. അതായത് ഇവിടെ ഒരു സ്പ്രിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ മോട്ടർ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് പൊങ്ങുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ആരും മറക്കരുത്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ നല്ല കംഫോർട്ടബിളാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്പണിങ് നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവുന്ന കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം സ്റ്റാർട്ടായി. ഡീസൽ വാഹനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുതലാകുമോ? ഡീസലിൻ്റെ മൈലേജ് ഉണ്ടോ? ഈ ഡീസലിന് ഏകദേശം ഫാമിലി വലുതാവുന്ന സമയത്ത് വാഹനത്തിൻ്റെ വലിപ്പം കൂട്ടണം. അതായത് നമുക്കിപ്പോൾ ഒരു 5 സീറ്റർ വാഹനത്തിൽ നിന്ന് ഒരു 7 സീറ്റർ അല്ലെങ്കിൽ ഒരു 8 സീറ്റർ വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു വാഹനമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കിയയുടെ കാരൻസ് ക്ലാവിസ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ റിവ്യൂവും അതിൻ്റെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഏതായാലും കിയ കാരൻസ് എന്ന് പറയുന്ന വാഹനം നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ഈ ക്ലാവിസ് എന്താണ് സംഭവം? അതായത് കിയ കാരൻസ് ക്ലാവിസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ വാഹനം ഇതിലെന്താണ് ഇത്രയധികം പ്രത്യേകതകൾ കൊടുത്തിരിക്കുന്നത്? ഇതിൽ കുറച്ചേറെ ഫീച്ചേഴ്സാണ്. അതായത് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു MPV തന്നെയാണ്, ഒരു മൾട്ടിപർപ്പസ് വെഹിക്കിളാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് കാഴ്ച കൊണ്ട് തന്നെ, അതായത് കാരൻസിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ പോലും ഇവിടെ ഡിസൈൻ ചേഞ്ചസ് ഒരുപാട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഫുള്ള് ക്ലോസ്ഡ് ആണ്. നമുക്കിവിടെ കാണുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ ടൈഗർ നോസ് എന്നുള്ള രീതിയിലാണ് കിയ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വലിയ കാര്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു EV വാഹനമല്ലേ എന്ന് തോന്നും. ഇതൊരു EV വാഹനത്തിൻ്റെ ഫോമിലും കൂടെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു EVയും അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്നത് ആണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഡയമണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് ഷേപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 ചേമ്പേഴ്സിനകത്തും റിഫ്ലക്റ്റേഴ്സ് ആണ് വരുന്നത്. MFR ലൈറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. അതായത് മൾട്ടി ഫേസ് റിഫ്ലക്റ്റേഴ്സ് ആണ് നമുക്കിവിടെ വരുന്നത്. 1 2 3 4 5 5 റിഫ്ലക്ടറോളം ഒരെണ്ണത്തിൽ വരുന്നുണ്ട്. നമുക്ക് നോർമൽ LED ആണ് ഇവിടെ വരുന്നത്. പ്രൊജക്ടർ ടൈപ്പ് ഒന്നുമല്ല, നോർമൽ LEDs ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ DRLs എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അതായത് സ്റ്റാർ മാപ്പ് ഹെഡ്ലൈറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു കണക്റ്റഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് പാർക്ക് ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഒരു കണക്റ്റഡ് ലൈറ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഈ സൈഡിലും ബാക്കി അതിൻ്റെ കണ്ടിന്യൂവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടേക്കോ നമുക്കൊരു സിറോസിൻ്റെ ചെറിയൊരു കട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷേ അതുപോലെയല്ല, വ്യത്യാസമുണ്ട്. ഈ ഒരു പോർഷൻ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. അതായത് ഈ വാഹനത്തിൽ നമുക്ക് ഒരുപാട് അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സ്, അതായത് കമ്പനിയിൽ നിന്ന് തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ചേറെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സ് ഈ വാഹനത്തിലുണ്ട്. അതും കൂടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു 360 ഡിഗ്രിയുടെ ക്യാമറ കാണാൻ സാധിക്കും. ഇവിടെ ഒരു വലിയൊരു എയർ വെൻറ്റും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് നമുക്കത് കാണാൻ വേണ്ടി. അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്രോം ഫിനിഷൊക്കെ അഡീഷണലാണ്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഇത് ഡീസലിലെ മാനുവൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. പക്ഷേ ഡീസൽ മാനുവലിൽ നമുക്കിവിടെ അഡാസ് ഫീച്ചേഴ്സ് കിട്ടുന്നില്ല. പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നോർമൽ 80 ടോർക്ക് കൺവേർട്ടർ വരുന്ന മോഡലിൽ നമുക്ക് അഡാസ് ഫീച്ചർ കിട്ടുന്നുണ്ട്. അപ്പോൾ അഡാസ് ഫീച്ചർ ഇല്ലാത്തതിൻ്റെ ഒരുപാട് കുറവുകൾ ഈ വാഹനത്തിലുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് മാനുവലിൽ നല്ല കാര്യമായിട്ട് തന്നെ ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നമുക്ക് ഹുഡ് ഏരിയ കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു സ്കൂപ്ഡ് ഡിസൈനിൽ കിട്ടുന്ന ഈ ഒരു എലമെൻറ്റും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. ആ 2 സൈഡിലും വരുമ്പോഴത്തേക്കും കാണാൻ ഒരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സൈഡിലത്തെ വിശേഷങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തെ ക്ലാഡിങ് നേരെ ഇങ്ങനെ കയറി ഈ ഒരു പോർഷനിൽ ശരിക്കും പറഞ്ഞ ഒരു SUV, ഞാൻ പറഞ്ഞ പോലെ ഇത് SUV അല്ല, ഒരു MPV തന്നെയാണ്. എന്നാലും ഒരു SUVയുടെ ഫീൽ പോലെ തന്നെ അത് അങ്ങ് ബാക്ക് വരെ ഇത് ചെല്ലുന്നുണ്ട് ആ ക്ലാഡിങ്സ്. ഇവിടെ നമ്മൾ ആദ്യം കാണുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻസ് ഒക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതെല്ലാം അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. ഈ കൊടുത്തിരിക്കുന്ന ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ടയർ സൈസ് 215 55 6 17 ആണ് വരുന്നത്. നമുക്കിവിടെ ക്രിസ്റ്റൽ കട്ട് അലോയ് വീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ
ഡിസ്ക് ബ്രേക്കുകളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ 15 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ തൊട്ട് മേളിൽ 16 ഇഞ്ച്, അതിൻ്റെ തൊട്ട് മേളിലാണ് 17 ഇഞ്ച് വരുന്നത്. ഈ ഒരു മിറർ യൂണിറ്റ് നമുക്ക് കാണും മനസ്സിലാവും. ഈ കൊടുത്തിരിക്കുന്ന ക്രോമിൽ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. 360 അഡാസ് ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് മിറേഴ്സ് വേറെ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഈ കാണുന്ന ക്രോം എലമെൻറ്റ് കൊള്ളാം. അതുപോലെ തന്നെ ബ്ലാക്ക് ചെയ്തിരിക്കുന്ന ബി പില്ലേഴ്സ്. ഇവിടെ എനിക്ക് ഡ്രൈവ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അത് നിങ്ങളിത് പേഴ്സണലായിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും. കാരണം നല്ല രീതിക്ക് നമുക്ക് വിഷ്വൽ കിട്ടുന്നുണ്ട്. അതായത് റോഡ് വിസിബിലിറ്റി നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. പില്ലേഴ്സിൻ്റെ രീതിക്ക്, അതായത് ഇപ്പോൾ ഈ കാണുന്ന ഒരു പില്ലർ നമുക്ക് ഒരു രീതിക്കുള്ള തടസ്സവും നമുക്ക് അകത്തുനിന്ന് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര ഒരു പ്രസൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏതായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് കാണുമ്പോഴത്തേക്ക് ഇവിടെ റിക്വസ്റ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കീ സിലിണ്ടേഴ്സും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഡോർ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. കിയയുടെ തന്നെ ഒറിജിനലാണ്. ഫുഡ് സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഇതും കിയയുടെ തന്നെ അഡീഷണൽ ആയിട്ടുള്ളൊരു ഫിറ്റ്മെൻറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോ കേസ് പോലെ മാത്രമാണ്. കാരണം ഡു നോട്ട് ലോഡ് എന്ന് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിങ്ങനെ ഇറങ്ങി പോരുന്ന കാണാൻ സാധിക്കും. ഇവിടുന്ന് ഈ ഒരു കട്ട് പോർഷൻ ഇവിടെ നേരെ കയറുന്ന ഒരു ഡിസൈൻ നമുക്ക് കാണാം. ആ എലമെൻ്റ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ബാക്കിലത്തെ ഡോർ വൈഡ് ഓപ്പൺ ആണ്. ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുതരാം. ബാക്കി അകത്തോട്ട് കയറുമ്പോൾ ബാക്കിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കിലും നമുക്ക് ബ്രേക്ക് ഡിസ്ക് തന്നെയാണ് കിട്ടുന്നത്. അതും നല്ലൊരു കാര്യമാണ്. ഇനി ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനൊക്കെ അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഇവിടെ താഴെ വെള്ളം വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എ സിയുടെ യൂണിറ്റ് ബാക്കിലാണ് വരുന്നത്. ഇനി ഇവിടെ വരുമ്പോഴും നമുക്ക് ആ ഫ്രണ്ടിലത്തെ ആ പോർഷൻ പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ലൈറ്റ് ഇത്രയും ഭാഗം മാത്രം വരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഈ ഒരു കണക്റ്റഡ് ലൈറ്റാണ് കിട്ടുന്നത്. ടെയിൽ ലൈറ്റിലെ ഈ ഒരു കണക്ഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റിയർ വൈപ്പറും ഡീഫോഗേഴ്സും ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിൻ്റെയും ഇവിടെ ഒരു സ്പോയിലർ യൂണിറ്റും കിട്ടുന്നുണ്ട്. താഴെ കിട്ടുന്ന 4 സെൻസേഴ്സാണ്. 1, 2, 3, 4 പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഫ്രണ്ടിൽ കണ്ട ആ രീതി തന്നെയാണ് ഇവിടെ വരുന്നത്. 2 റിഫ്ലക്റ്റേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബൂട്ടൊന്ന് തുറന്നു നോക്കാം. കിയയുടെ വലിയൊരു ബാഡ്ജിങ്ങും കാരൻസും ക്ലാവിസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് കാരൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, കാരൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലാവിസ്, അതായത് മെയിനായിട്ട് ഇനി ഇവർ പുഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ക്ലാവിസ് തന്നെയാണ്, നോ ഡൗട്ട്. ഇവിടെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. 360 ഡിഗ്രിയുടെ റിയർ ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റുകളെല്ലാം ഹാലജനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബൂട്ട് ഏരിയ നമുക്ക് നോക്കുമ്പോഴത്തേക്കും വലിയൊരു ബൂട്ട് ഏരിയ പറയാൻ സാധിക്കത്തില്ല. ഒരു ചെറിയൊരു ബൂട്ട് ഏരിയ ആണ് കിട്ടുന്നത്. 216 ലിറ്ററാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 സീറ്റർ വാഹനമാണ്. 7 അല്ലെങ്കിൽ 8 എന്ന് ഞാൻ എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നുമല്ല. കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ പുറമെ 3 പേർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് നമുക്ക് ബൂട്ട് സ്പേസ് കൂടുതൽ വേണ്ടത്? അന്നേരം ദേ ഇത്ര ഏരിയ കിട്ടി. ഇനി കുറച്ചുകൂടെ വേണോ? അങ്ങനെയാണെങ്കിൽ ഇവനെയും കൂടെ മറിച്ചിടാം. യെസ്, ഇത്രയും കൂടെ സ്പേസ് കിട്ടി. ഇനിയും സ്പേസ് വേണോ? ഇതിങ്ങനെ മറിച്ചില്ലെങ്കിൽ ദേ ഇത്രയും കൂടെ മറിക്കാം. നമുക്ക് സുഖമായിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ച് യാത്ര ചെയ്യാൻ വേണ്ടി. ഇപ്പം 2 പേര് മാത്രം യാത്ര ചെയ്യുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഇത്രയും വൈഡ് ഏരിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും സ്പേഷ്യസ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം കയറി കിടക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കയറി കിടന്ന് ഉറങ്ങണം. ഡോറൊക്കെ അടച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇരിക്കരുത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഔട്ടർ ഏരിയാസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നിങ്ങൾക്ക് ക്ഷീണമാണ്, കുറച്ച് നേരം AC ഇട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നേരെ കയറി കിടന്നുറങ്ങാം. നല്ലൊരു ഏരിയ കിട്ടും. ഇങ്ങനെ സുഖമായിട്ട് അങ്ങനെ കിടന്നുറങ്ങാം. അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളൊരു യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് അകത്തെ വിശേഷങ്ങളൊന്ന് നോക്കിയാലോ. വാ, ആദ്യം തന്നെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ഡോർ പാഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കണ്ടു പറഞ്ഞ സെയിം തന്നെയാണ്. നാവിഗേഷൻ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. റൈറ്റ് ഓർ ലെഫ്റ്റ് മിറർ ഏത് സെറ്റ് ചെയ്യണമെന്നുള്ള മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, അത് ഫോൾഡ് ആവുന്നുണ്ട്. ഫോൾഡായി. അതുപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്കും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും. അതായത് 4 പവർ വിൻഡോസും 1 ടച്ച് അപ്പും 1 ടച്ച് ഡൗൺ ഫീച്ചറുമാണ് ഇവിടെ കിട്ടുന്നത്. നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടി ലോക്ക് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ പക്ഷേ ഒരു ലെതർ സ്റ്റിച്ചിലാണ് കിട്ടുന്നത്. അതായത് ആം വെക്കാൻ പറ്റും, നമുക്ക് കൈ വെക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഇവിടെ വെക്കാം. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെളി പിടിച്ചിരിക്കും. അതൊരു നെഗറ്റീവ് സൈഡാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. 64 ലൈറ്റുകൾ വരുന്ന, അല്ലെങ്കിൽ 64 കളേഴ്സ് കിട്ടുന്ന ആംബിയൻ ലൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു ഡിസൈൻ തേണ്ടേ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ലൊരു രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഡാഷ്ബോർഡിൻ്റെ ഫുള്ള് റീ അറേഞ്ച്മെൻ്റ് ആണ്
കാരൻസിൽ നിന്നും ക്ലാവിസിലോട്ട് വന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാറ്റം. കാരൻസിൽ വന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന സമയത്ത് എൻ്റയർലി ഈ കാര്യങ്ങളൊക്കെ മാറിയപ്പം കാണാൻ നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലും വന്നിരിക്കുന്ന മാറ്റം ഇത് കറക്റ്റ് നമ്മുടെ സിറോസിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് അതേ സെയിം ഫീൽ തന്നെയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേറെ അഡാസിൻ്റെ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആസ് ഇറ്റ് ഈസ് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബാക്കി നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ കൺട്രോൾസും എല്ലാമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ AC വെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അൺലോക്ക് ചെയ്യാം. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാം, ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാം, ഹെഡ് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് കാണാം. ഇത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. നമ്മൾ ഏകദേശം 1 or 2 ഒക്കെയാണ് നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ. 3 പോകേണ്ട ഒരു പോലും ആവശ്യം വരുന്നില്ല. ചില സമയത്ത് 0 തന്നെയായിരിക്കും നമ്മുടെ ഇവിടത്തേക്ക് റോഡ് കണ്ടീഷൻ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂസും OBD സോക്കറ്റും ഇവിടെയാണ് വരുന്നത്. OBDയുടെ സോക്കറ്റ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫ്യൂസുകളും നമുക്കിവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ ഫ്യൂസുകളൊക്കെ വളരെ വ്യക്തമായിട്ട് വേണ്ട ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡോർ പാഡുകളിൽ നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പ് വേരിയന്റിലൊക്കെ വരുമ്പോൾ ബോസിൻ്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നോർമൽ കിയ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പീക്കേഴ്സ് ആണ് കിട്ടുന്നത്. നമുക്ക് ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഏരിയ കാണാൻ സാധിക്കും. അതായത് ഒരു ബോട്ടിൽ വെക്കാനുള്ള ഏരിയ, 2 ബോട്ടിൽസ് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു അംബ്രല്ല ഹോൾഡർ കാണാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അംബ്രല്ല വെക്കാൻ വേണ്ടിയാണെന്നുള്ളത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്യൂട്ടേഴ്സും കാണാൻ സാധിക്കും. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടിൽറ്റും കിട്ടുന്നുണ്ട്, ടെലിസ്കോപ്പിക്കും കിട്ടുന്നുണ്ട്. ഇവിടെ 2 വലിയ സ്ക്രീനുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 10.23 ഇഞ്ചിന്റെ 2 സ്ക്രീനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിയയുടെ കാര്യത്തിൽ ഞാനത് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഫീച്ചർ റിച്ച് ആണ് ഇവർ. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഈ കിയ വന്നതിന് ശേഷം തൊട്ടാണ് ബാക്കിയുള്ള കമ്പനിക്കാർ ഉൾപ്പെടെ, അതായത് മാരുതി ഉൾപ്പെടെ ഫീച്ചേഴ്സ് കൊടുത്തു തുടങ്ങുന്നത്. കാരണം ആരും ഫീച്ചേഴ്സ് കൊടുക്കത്തില്ല. ഇപ്പം മാരുതിയും ടൊയോട്ടയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകപ്പാട് ഒരു ചെറിയൊരു സ്റ്റീരിയോ, സാധാരണ ഒരു ക്ലസ്റ്റർ മീറ്റർ, ഇങ്ങനെയൊക്കെ ഇരുന്നതൊക്കെ ഇപ്പം ഡിജിറ്റൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു പങ്ക് നമ്മുടെ കിയ വഹിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയും. വളരെ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ എന്ത് സ്മൂത്തായിട്ടാണെന്നറിയാം നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. കിയ കയറുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. ഇതിനകത്ത് വെഹിക്കിൾ സെറ്റിംഗ്സ് ഉണ്ട്. വെഹിക്കിൾ സെറ്റിംഗ്സിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഡ്രൈവർ അസിസ്റ്റ്, ക്ലസ്റ്റർ, ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, ക്ലൈമറ്റിൻ്റെ സെറ്റിങ്, ഇൻറ്റേർണൽ എയർ സർക്കുലേഷൻ ഓൺ ഓഫ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ഓട്ടോമാറ്റിക് വെൻ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ ലൈറ്റ്സിൻ്റെ സെറ്റിങ്സ്, ഇപ്പം വെൽക്കം മിറർ, അതായത് നമുക്കിപ്പം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ്സ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓൺ ചെയ്യാൻ സാധിക്കും. 1 ടച്ച് ടേൺ ഇൻഡിക്കേറ്ററിൽ എത്ര വട്ടം ഫ്ലാഷ് ചെയ്യണം, 3 വേണോ, 5 വേണോ, 7 വേണോ, ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഏകദേശം മനസ്സിലായി. അതിനകത്ത് ആംബിയൻറ്റ് ലൈറ്റ്സ്, കളേഴ്സ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. കസ്റ്റം കളേഴ്സ്, അപ്പോൾ ഇതിലേത് കളർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം. സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോൾസും കൂടെ ജസ്റ്റ് പറഞ്ഞേക്കാം. നമുക്കിവിടെ മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. വോളിയം കൂട്ടുക, വോളിയം കുറയ്ക്കുക, ചാനൽ മാറ്റുക, നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ. ഇത് നാച്ചുറൽ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇനി ഇത് വോയിസ് കൺട്രോൾ ഉണ്ട്. വോയിസ് കൺട്രോളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ സൺറൂഫ്, സൺറൂഫ് ഓപ്പൺ ആവുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഇനി നമുക്കതൊന്ന് ക്ലോസും കൂടെ ചെയ്തേക്കാം. ക്ലോസ് സൺറൂഫ്. സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ മടിയന്മാരാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പരിപാടിയായിട്ടൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കിടുവാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ നമുക്ക് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് തന്നെ അതിന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്ലസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ്, ബാക്കിയുള്ള സെറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഓരോന്നും മാറ്റിക്കഴിഞ്ഞാൽ നാവിഗേഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കാണാൻ സാധിക്കും. ഡ്രൈവ് ചെയ്യുമ്പോഴേ അത് കാണിക്കത്തുള്ളൂ. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഡ്രൈവ് ചെയ്ത ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര കിലോമീറ്റർ ഓടി, ഏതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെയുള്ള നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ, കണ്ടീഷൻ നോട്ട് മെറ്റ്, അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈ വാഹനം ഏകദേശം 176 കിലോമീറ്റർ ഓടാനുള്ള ഫ്യൂവൽ ഇപ്പം ഈ വാഹനത്തിൽ ബാക്കിയുണ്ട്. ഒരു 14,836 കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ്. ഇനി മെയിൻ കാര്യമാണ് നമ്മൾ തൊട്ട് താഴെ വരുമ്പോൾ ഈ കാണുന്നൊരു മുതൽ. അതായത് ഇതൊരു സ്വാപ്പ് സ്വിച്ച് വരുന്ന മോഡലാണ്. കാരണം നമുക്കിവിടെ കാണാൻ സാധിക്കും AC, ഇൻറ്റേർണൽ സർക്കുലേഷൻ, AC-യുടെ ടെമ്പറേച്ചറുമാണ്. അപ്പോൾ AC-യുടെ ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ ഞാൻ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഫാൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ സാധിക്കും. ഇനി ഈ സെയിം കൺട്രോൾസ് തന്നെ ഞാൻ സ്വാപ്പ് ചെയ്യുകയാണ്. അതായത് ഒരു സ്വാപ്പ് ഫീച്ചറുണ്ട്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റിൻ്റെ കൺട്രോൾസ് ആകുകയാണ്. മീഡിയ, നമുക്കിപ്പോൾ റേഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ FM വേണമെങ്കിൽ FM സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ
ചാനൽ മാറ്റാൻ വേണ്ടി വോളിയം കൂട്ടാനും കുറയ്ക്കാനും. നമ്മൾ കുറച്ച് മുമ്പ് ഇത് കണ്ടത് ടെമ്പറേച്ചർ കൺട്രോൾ സ്വിച്ച് ആയിരുന്നു, പക്ഷേ ഇതിപ്പം വോളിയം പവറുമായി. ഇപ്പം ഞാനത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓഫ്, ബ്ലോവർ ഓൺ ആണ്. നമ്മളിപ്പം റേഡിയോയുടെ കൺട്രോൾസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേ സ്ഥാനത്ത് AC ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം AC ഓഫ് ചെയ്യും. നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് ആയിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്, പക്ഷേ ഈ ഒരു മോഡലിൽ സീറ്റ് വെന്റിലേഷൻസ് അവൈലബിൾ അല്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ അഡാസ് ഫീച്ചർ നമുക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാലും ഡീസൽ വേരിയൻറ്റിൽ സീറ്റിൽ വെന്റിലേഷൻ കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്, നോർമലി റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്, ഹിൽ ഡിസൈൻ കൺട്രോൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഇറക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതൊന്ന് ഇട്ട് പതുക്കെ ഇറങ്ങി പോരാൻ സാധിക്കും. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂ കാണാൻ സാധിക്കും. നല്ലൊരു ക്യാമറയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു കാര്യത്തിലൊക്കെ കിടു 360 നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ ഡോറ് തുറന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് മാത്രം റൈറ്റ് സൈഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നല്ല കേടുമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നേരെ താഴോട്ട് നമുക്ക് കാണാൻ സാധിക്കും USB-A ടൈപ്പും ഒരു USB-C ടൈപ്പും ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ലൈറ്റ്. അതായത് ഇവിടെ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് വരുന്നത്. ആ ഒരു പാഡിലേക്ക് വേണ്ടി USB നമുക്ക് കൊടുത്തിരിക്കുന്ന ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്ന ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതൊരു ഡീസൽ വാഹനമാണ്. അതുപോലെ തന്നെ കൂൾഡ് ഗ്ലോ ബോക്സ് പോലെ തന്നെ നമുക്ക് കൂൾഡ് കപ്പ് ഹോൾഡേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു കാണുന്ന ചെറിയ വെൻറ്റിൽ കൂടെ എയർ വരുന്നതായിരിക്കും. നമുക്കിത് ഓഫ് ചെയ്തിടാം. ഓൺ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺ ചെയ്തിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്കുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ട്രേ കാണാൻ സാധിക്കും. ട്രേ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിനകത്ത് കുറച്ച് സ്പേസസ് ഉണ്ട്, പക്ഷേ ഇത് വെച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്പേസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ സൈഡ് വഴി ഒരു ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ സാധിക്കും. അതും ഓക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സൺ വൈസറിൽ ടിക്കറ്റ് ഹോൾഡേഴ്സ് മാത്രം കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ നമുക്കൊരു ഗ്ലാസസ് വെക്കാൻ വേണ്ടി ഒരു ഹോൾഡർ കാണാൻ സാധിക്കും. സീറ്റ് ബെൽറ്റിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു സൺ റൂഫ് കാണാൻ സാധിക്കും. പനോരമിക് അല്ല, നോർമൽ സിംഗിൾ പെയിൻ സൺ റൂഫാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. മതി, അത്യാവശ്യം നമ്മുടെ ഫീച്ചേഴ്സിനൊക്കെ നമ്മുടെ ഒരു ആവശ്യത്തിന് കൊണ്ട് നടക്കാൻ ബെസ്റ്റ് തന്നെയാണെന്ന് പറയാം. കാരണം ജസ്റ്റ് ഒരു ലൈറ്റ് കയറണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്തിടുക. പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിടാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് SOSൻ്റെ സ്വിച്ചും കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി കിയ കണക്റ്റിൻ്റെ സ്വിച്ചും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ഡാഷ് ക്യാം. ഇത് ഇൻബിൽറ്റ് വരുന്ന ഒരു ഡാഷ് ക്യാമാണ്. 2 ക്യാമറാസ് ആണ് ഇതിൽ വരുന്നത്, ഒന്ന് ഫ്രണ്ടും ഒന്ന് ഇൻസൈഡും. പക്ഷേ ഇൻസൈഡ് വന്ന സമയത്ത് അത് നേരെ ബാക്കിലായിട്ട് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ ഞാൻ പറയും. കാരണം ഈ ഒരു ക്യാമറ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിൽ ബുദ്ധിപരമായി SD കാർഡ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് റെക്കോർഡിംഗ് നടക്കത്തില്ല. അത് നല്ലൊരു കാര്യമാണ്, ശ്രദ്ധിക്കുക എന്ന് മാത്രം ഞാൻ പറയത്തുള്ളൂ. കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഡോറൊക്കെ നടച്ചു. ഈ സൈഡിലും 2 സൈഡിലും എനിക്ക് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഗ്ലോ ബോക്സും തുറക്കുകയാണ്, മുട്ടിയിട്ടില്ല. അതായത് പ്രോപ്പർ പൊസിഷൻ തന്നെയാണ്. ഇതിൽ വെന്റിലേറ്റഡ് ടൈപ്പ് ഗ്ലോ ബോക്സ് അല്ല, നോർമൽ ഗ്ലോ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. കൂൾഡ് ടൈപ്പ് അല്ല. വേണമെങ്കിൽ ഒരു അല്പം കൂടെ ഞാൻ ഫ്രണ്ടിലോട്ട് ആക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബാക്കിലിരിക്കുമ്പോൾ ഉള്ളൊരു സീറ്റിംഗ് ഒന്നും കൂടെ അറിയാൻ. ഇതിപ്പോൾ ഒരു ഓക്കെ, എനിക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് വരാം. ഓക്കെ, ഇത്ര ഓക്കെയാണ്. എനിക്കിപ്പോൾ നോർമലായിട്ട് ഇരിക്കാനും പറ്റും. ഏകദേശം നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ ഒരു മിറർ ഗ്ലാസ് കാണാൻ സാധിക്കും. നല്ല വൃത്തിയായിട്ട് എനിക്ക് എൻ്റെ മുഖം കാണാൻ സാധിക്കുന്നുണ്ട്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കംപ്ലീറ്റ് എനിക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലും ഒരു പോക്കറ്റ് ഏരിയയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ എനിക്കുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കട്ട്സ് എഡ്ജും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ സ്പീക്കർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഞാൻ പറഞ്ഞ പോലെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് ബാക്കിലോട്ട് നല്ല സമയം കളയണ്ട. ഈ ഒരു സീറ്റിൻ്റെ പൊസിഷൻ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഡോറൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഈ ഒരു ഡോറിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഡോറിൻ്റെ ഏരിയ ഭയങ്കര വലുതാണതേ. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ വലിപ്പം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ തൈ സപ്പോർട്ട്, എനിക്ക് നല്ലൊരു തൈ സപ്പോർട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് എനിക്ക് തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ലെഗ് റൂമും അത്യാവശ്യം നല്ല ഫീലായിട്ട് തന്നെ എനിക്ക് ഇരിക്കാം. ഇതിനി എനിക്ക് ബാക്കിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇല്ല, ഇതാണ് മാക്സിമം. ഈ ഒരു മാക്സിമം രീതിക്ക് എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും. ഇവിടെ എനിക്ക് കിട്ടുന്ന 2 ഗുണങ്ങളും കൂടെ പറയാം. ഇവിടെ ഒരു ട്രേ ഉണ്ട്. ഈ ഒരു ട്രേ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സീറ്റ് ഒരു അല്പം കൂടെ ബാക്കിലോട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ കയറി ഇരിക്കേണ്ടി വരും. ഇങ്ങനെ കയറിയിരുന്ന് എനിക്ക് ആക്സസ് ചെയ്യാം. 3.5 കിലോ വരെ ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതായത് നമുക്ക് അത്യാവശ്യം ഒരു ടാബോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കപ്പോ എന്തെങ്കിലും ഇതിനകത്തോട്ട് ഇറക്കി വെക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ബാക്കിലോട്ട് ആക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2 AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ഇത് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം.
ഇവിടെ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്, അതും ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്വിച്ചും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇവാപ്പറേറ്റർ അസംബ്ലി അഥവാ കൂളിംഗ് കോയിൽസ് അവൈലബിൾ ആണ്. താഴെ ഒന്ന് മേളിൽ ഒന്ന്. അപ്പോൾ മേളിൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ കൂളിംഗ് കോയിൽ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഈ വാഹനത്തിൻ്റെ കൂളിംഗ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇവിടെ നമുക്കൊരു ട്രേ കിട്ടുന്നുണ്ട്, പക്ഷേ ഈ സൈഡ് വരുമ്പോൾ നമുക്കൊരു എയർ പ്യൂരിഫയർ ആണ് കിട്ടുന്നത്. നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഓൺ ചെയ്യാം. അതിൻ്റെ എയർ ഇൻഡെക്സ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, നമ്മുടെ പ്യൂരിറ്റി ഇൻഡെക്സ്. ഇതിനകത്ത് ഒരു ഫിൽറ്റർ വരുന്നുണ്ട്, ആ ഫിൽറ്ററൊക്കെ നമുക്ക് മാറാൻ സാധിക്കും. ഇവിടെ താഴെയാണ് അതിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഞാനത് പറ്റുന്ന പോലെ ഒന്ന് അഴിച്ച് കാണിക്കാം. അതുപോലെ തന്നെ ഇവിടെ 2 പോക്കറ്റ്സ് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഈ ഒരു സൈഡിലൊരു പോക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മൊബൈൽ ഫോൺ വല്ലതും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. 2 C ടൈപ്പ് ചാർജേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. ആം റെസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു ആംറസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെൻറ്ററിൽ ഇരിക്കുന്ന ആളുടെ കാര്യം കുറച്ചൊരു കഷ്ടമാണ്, കാരണം കുറച്ചൊരു സ്റ്റിഫ്നെസ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. റൈറ്റും ലെഫ്റ്റും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും, പക്ഷേ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഉറപ്പായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ സീറ്റ് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഫോൾഡ് ചെയ്തിടാൻ സാധിക്കും. ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന ഒരു 40-ലും ഇതൊരു 60 സീറ്റുമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചേറെ ലഗേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ സീറ്റ് ഇപ്പോൾ ഞാൻ ഫുൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുക, നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ബാക്കിലത്തെ ഫുൾ ഫോൾഡ് ആണ്. ഇത്ര ഒരു ഏരിയ, പിന്നെ വേണമെങ്കിൽ ഈ ഒരു 60 മറിച്ചിട്ടിട്ട് ഈ 40യുടെ സീറ്റിൽ ഒരാൾക്ക് ഇരിക്കാനും സാധിക്കും. ഇനി നമുക്ക് ഏതായാലും ബാക്കിലും കൊണ്ട് ഇരുന്നോ. 3rd റോയിലോട്ട് കയറുന്നതാണ് ഈ വാഹനത്തിൽ ഏറ്റവും രസമായിട്ടുള്ളൊരു കാര്യം. അതായത് വേണ്ട ഇവിടെ ഈ കാണുന്ന സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുകയാണ് തന്നെ പൊങ്ങി. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഫുള്ളായിട്ട് ഇതങ്ങ് പൊങ്ങി വന്നു. എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു സ്ട്രട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ലോക്ക് അസംബ്ലിയും ഇവിടെ ഒരു സ്പ്രിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ മോട്ടർ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് പൊങ്ങുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ആരും മറക്കരുത്, ശ്രദ്ധിച്ചോണം. ഇവിടെ താഴെയാണ് ഇതിൻ്റെ ലാച്ചിൻ്റെ ലോക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചോണം, പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ വാഹനത്തിനകത്തോട്ട് കയറുന്നത് ഇങ്ങനെയാണ് കയറുന്നത്. അപ്പോൾ ഇതെൻ്റെ ബാക്ക് സീറ്റ്. ഓക്കെ, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ നല്ല കംഫോർട്ടബിളാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ ചാരുണ്ടെന്നുള്ളത്. അതായത് എനിക്ക് ചാരി ഇരിക്കാൻ പറ്റും. എൻ്റെ റിക്ലൈനർ നല്ല ബാക്കിലോട്ട് പോയിട്ടുള്ളതുകൊണ്ടാണ് കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടെ കാല് വെക്കാനുള്ളൊരു ഏരിയ ഇത്രേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഓക്കെയാണ്. ഈ ഒരു സീറ്റ് എനിക്ക് ഇനിയും മുമ്പിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഈ ഒരു സീറ്റും ഫോൾഡ് ചെയ്ത് എനിക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ കയറാം. ഇനി അപ്പുറത്തെ സൈഡിൽ ഞാൻ കയറി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടുന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതും ഫോൾഡ് ആകുന്നത്, പക്ഷേ അവിടെ സ്വിച്ച് അല്ല വരുന്നത്, അവിടെ ഒരു ലിവറാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ലിവർ മറിച്ച് കഴിഞ്ഞാൽ ഈ സീറ്റും ഇതുപോലെ ഫുള്ളായിട്ട് ഫോൾഡ് ആകുന്നതായിരിക്കും. ഇവിടെ ഒരു സ്ട്രട്ട് അസംബ്ലി കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ സെയിം ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഏരിയ ഇവിടെ കിട്ടുന്നത്, ഫുൾ ഫ്ലോറിലോട്ട് തന്നെ നിൽക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം കുറച്ച് സാധനമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ഏരിയ ആണെന്ന് നോക്കിയാൽ എത്ര ഇടയാണ്. അപ്പോൾ ഇതിങ്ങനെ പൊക്കാൻ വേണ്ടതേ ഇങ്ങനെ വെക്കുക. ഇത് 1, 2, 3, 4 സ്റ്റേജ് റിക്ലൈനിങ് കിട്ടുന്നുണ്ട്. ഇനി ഈ സൈഡിൽ നിന്ന് കയറാനാണെന്നുണ്ടെങ്കിലും വളരെ കംഫോർട്ടബിളായിട്ട് ഇവിടുന്ന് ഇങ്ങനെ കയറിയതിന് ശേഷം കാല് മടക്കി വെച്ചോണേ, അല്ലെങ്കിൽ പണി കിട്ടും. ഇങ്ങനെ വെച്ച് ഈ സീറ്റ് നമുക്ക് ഇങ്ങനെ ഉയർത്തി സുഖമായിട്ടിരിക്കും. അടിപൊളിയല്ലേ? കിടുവാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും വേണമെങ്കിൽ മറിച്ചിട്ട് എനിക്ക് ബാക്കി സുഖമായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കംഫോർട്ടബിളായിട്ട് തൈ സപ്പോർട്ട് ഇല്ലെന്നല്ലാതെ ഇരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എൻ്റെ ചാര് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത്രയും റിക്ലൈൻഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള പൊസിഷൻ. അത് ഞാൻ ഓരോ സ്റ്റേജായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുന്ന് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 സ്റ്റേജ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഈ റിക്ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിവിടെ കംഫോർട്ടബിളായിട്ട് ബാക്കി 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. ഒരുപാട് ലോങ് ഇരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ചെരിഞ്ഞൊക്കെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ കംഫോർട്ടബിളായിട്ട് ഇരിക്കാം. കാരണം എൻ്റെ ഒരു പൊസിഷനിൽ എനിക്ക് കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള AC വെൻറ്റുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. ഇവിടെയും AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലൈറ്റ്സ് ഇവിടെയും ഈ ഒരു സെൻറ്ററിലും അവിടെയും. അതായത് 3 റോയിലും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലൈറ്റ്സ് കിട്ടുന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ ഒരു USB-C ടൈപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ചാർജിങ് സോക്കറ്റ്, കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഫോണോ ടാബോ എല്ലാം വെക്കണമെങ്കിൽ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പൊസിഷനിലും നമുക്കൊരു കപ്പ് ഹോൾഡർ കാണാം. C ടൈപ്പ് ചാർജറും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബാക്കിൽ ഈ ഒരു സീറ്റും കൂടെ മടക്കി എന്തെങ്കിലുമൊക്കെ വല്ലതും കെട്ടി വെക്കാനൊക്കെ ഉള്ളൊരു ഹുക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊസിഷൻ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇനി ഞാൻ ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് ഈ സീറ്റ് അടയ്ക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. ഇവിടുത്തെ ഈ 2 പോയിന്റുകളിൽ നമുക്ക് ഇങ്ങനെ കാലുവെല്ലാം വെച്ചിട്ട് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ
കിടന്ന് കരയേണ്ടി വരും. അതുകൊണ്ട് വയ്ക്കുക. ഇത് ഈ ഒരു സൈഡ് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ പുള്ള് ചെയ്യാം. അതായത് ഞാനിവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, നല്ല കംഫർട്ടബിളാണ്. എനിക്കിവിടെ ഇത്ര ഏരിയ കിട്ടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നുന്നത് ചാരി ഇട്ടിരിക്കുന്നുള്ളൂ. ഇതിൻ്റെ മേലോട്ടായിരുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ സ്ഥലം കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് വന്നില്ല. ചില വാഹനത്തിൽ ഞാൻ പുറകെ കയറുമ്പോഴത്തേക്ക് ആദ്യം പറയുന്നൊരു കാര്യം ബുദ്ധിമുട്ട്. ഇതിപ്പം നമുക്ക് നല്ല രീതിക്കുള്ള വിസിബിലിറ്റിയും ഈ ഭാഗത്ത് നമുക്ക് ഔട്ട് സൈഡിലോട്ട് കാണാൻ പറ്റും. ഇനി ഇറങ്ങുന്ന രീതിയും കൂടെ കാണിച്ചു തരാം. ഈ ഒരു ബട്ടണിൽ ഇവിടെ ആളില്ലെന്നുണ്ടെങ്കിൽ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ അങ്ങ് മറിയും. അതിനുശേഷം മര്യാദയ്ക്ക് പിടിച്ച്, ഇവിടെയൊക്കെ പിടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ഇവിടെ പിടിച്ച് ഇങ്ങനെ ഇറങ്ങാം. ഏതായാലും കയറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ കയറാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ഏരിയയിൽ നമുക്കിവിടെ ഒരു ബ്ലൈൻഡ്സും കിട്ടുന്നുണ്ട്. അതായത് സൺ ബ്ലൈൻഡ് കിട്ടുന്നുള്ളതുകൊണ്ട് വെയിൽ നമുക്ക് അകത്തോട്ട് അധികം കയറാത്ത രീതിയിൽ തന്നെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. കണ്ടോ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് തന്നെ മനസ്സിലാവും, വെട്ടമുള്ളപ്പോഴും വെട്ടമില്ലാത്തപ്പോഴും. അതുപോലെ തന്നെ നമ്മുടെ ഈ എയർ പ്യൂരിഫയർ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെ താഴെ നമുക്കൊരു ഓപ്പണിംഗ് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്പണിങ് നമ്മളിതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതതിൻ്റെ വെൻ്റാണ്. ഇത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫിൽറ്റർ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ എയർ പ്യൂരിഫയറിന് യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ്. ഈ ഫിൽറ്റേഴ്സ് കൃത്യമായ സമയം കൂടുമ്പോൾ മാറി വിട്ടോണം, അല്ലെങ്കിൽ ഈ എയർ ഫിൽറ്റർ കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ എയർ പ്യൂരിഫയർ കൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ കീ ഫോബ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് നമുക്ക് കിയ കാരൻസ് ക്ലാവിസിൽ വരുന്ന കീ എന്ന് പറയുന്നത്. ഇത് ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ, ഹോൾഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് ലോക്ക് ചെയ്തു. ഇപ്പോൾ ഈ വാഹനം ലോക്ക്ഡ് ആണ്. ഞാൻ ഒന്നുകൂടെ അൺലോക്ക് ചെയ്തു. ഇപ്പം നോർമലായിട്ട് നമ്മുടെ ലോക്ക് ആൻഡ് അൺലോക്ക് മാത്രം. ഒന്നുകൂടെ ഞാൻ ലോക്ക് ചെയ്തു. അൺലോക്ക് ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പം 4 വിൻഡോസും ഓപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ സൺറൂഫ് ഓപ്പൺ ആയിട്ടില്ല, അത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇനി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, നല്ല വെയിലത്തൊക്കെ കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിക്ക് നമുക്ക് ഒത്തിരി നേരം വെയിലത്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹീറ്റ് കുറച്ചൊന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടി ഈ ഒരു ഫംഗ്ഷൻ നമ്മളെ സഹായിക്കും. ഇനി കയറ്റി ഇടണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ, ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ 4 വിൻഡോസും കയറുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് കൈ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും. നിങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ അൺലോക്ക് ചെയ്യുന്ന ബട്ടൺ പ്രസ് ചെയ്തിരിക്കുകയാണ്. കൈ എടുത്തു, അവിടെ കൊണ്ട് സ്റ്റോപ്പായി. ഒന്നുകൂടെ ഞാൻ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. കയറുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ആവും. അതായത് എവിടെ കൊണ്ട് നമ്മളിത് നിർത്തുന്നു അവിടെ കൊണ്ട് അതങ്ങ് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനത് ഫുൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ നോക്കാം. നമുക്ക് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഹോൾഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു. ഇപ്പം നമുക്ക് ഈ വാഹനം സ്റ്റാർട്ടാവുന്ന കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം സ്റ്റാർട്ടായിരിക്കണം. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പുറത്തെവിടെയെങ്കിലും നല്ല വെയിലത്തൊക്കെ കൊണ്ട് ഇട്ടേക്കുന്ന സമയത്ത് AC ഒന്ന് കൂളാക്കി ഇട്ടേക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീച്ചർ നമുക്ക് ബെനിഫിറ്റ് ചെയ്യും. അതായത് നമുക്ക് റിമോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് AC ഓണാക്കി ഇടാൻ സാധിക്കും. അങ്ങനെ AC ഓണാക്കി ഈ വാഹനത്തിനകത്തോട്ട് വരുന്ന സമയത്ത്, അതായത് ഇപ്പം ലോക്ക്ഡാണ്, നമ്മളിപ്പം മാനുവലായിട്ട് അൺലോക്ക് ചെയ്ത് വാഹനത്തിലോട്ട് കയറുന്ന സമയത്ത് നല്ല കൂളായിട്ടിരിക്കും. വണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ പോകാൻ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ആ ഒരു ഫീച്ചറിൻ്റെ പ്രശ്നം കണ്ടില്ല. യെസ്, ഓഫ് ആയതായാലും ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഹൃദയഭാഗം ഒന്ന് കാണാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. എഞ്ചിൻ ഓപ്ഷൻ മാത്രമല്ല, ഗിയർ ബോക്സ് ഓപ്ഷൻ. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളൊരു 1.5 ലിറ്റർ CRDI, അതായത് ഒരു കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ വാഹനമാണ് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ വരുന്ന 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. ഒരു 1.5 ലിറ്റർ ടെർബോ ചാർജ്ഡ് എഞ്ചിന് നമുക്ക് കിട്ടുന്നുണ്ട്, പെട്രോൾ എഞ്ചിൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡും കിട്ടുന്നുണ്ട്. 1.5 ലിറ്റർ CRDI, അതായത് ടെർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ. ഇനി ഏതായാലും ഈ വാഹനം ഒന്ന് നമുക്ക് ഡ്രൈവും കൂടെ ചെയ്ത് നോക്കിയിട്ട് ഡീസൽ വാഹനത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഡീസൽ എഞ്ചിൻ്റേതായ ഒരു വൈബ്രേഷനും ചെറിയ രീതിക്കുള്ള ഒരു നോയ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കാരണവശാലും ക്യാബിനിലോട്ട് വരുന്നില്ല. ഇവിടെ നമുക്ക് ഇൻസുലേഷൻ വരുന്നുണ്ട്, ഫയർ വാൾസിലൊക്കെ നല്ല രീതിക്കുള്ള ഇൻസുലേഷൻ വരുന്നുണ്ട്. ഒട്ടും തന്നെ ഈ ഒരു സൗണ്ട് നമുക്ക് ക്യാബിനകത്തോട്ട് കിട്ടത്തില്ല. പക്ഷേ പുറത്തോട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ഡീസൽ വാഹനമല്ലേ എന്നുള്ളൊരു ചെറിയൊരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും അകത്തും കിട്ടുന്നില്ല. 4 സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ. വാ, ഏതായാലും നമുക്കിവിടെ കിട്ടുന്നൊരു 6 സ്പീഡാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. റിവേഴ്സാണ്, ഫസ്റ്റ് ഗിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പോവാം. നമ്മുടെ സ്ഥിരം ടെസ്റ്റ് ഡ്രൈവ് റൂട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഗട്ടോസൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയുണ്ടെന്നുള്ള അറിയാം. നമ്മൾ കൃത്യമായിട്ട് 4 പേര് ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ ഒരു 4 പേരെ വെച്ച് ഈ ഒരു വാഹനം വലിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ പവർ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥിരം കയറ്റം നമ്മൾ കയറുകയാണ്. ആദ്യം നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു കാര്യം, ബ്രേക്ക് ചെയ്യും. ഫസ്റ്റ് ഗിയർ തന്നെയാണ്, ബ്രേക്കിൽ നിന്ന് കാലെടുക്കും, ഹിൽ ഹോൾഡ് നോക്കാൻ വേണ്ടി
യെസ്. അപ്പം 1 2 3 പോയി. അപ്പോൾ ഓക്കെ, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. നമുക്ക് ഇതുപോലൊരു കയറ്റം കയറുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നൊക്കെ വാഹനം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ. ഇപ്പോൾ ശരിക്കും ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ വാഹനത്തിൻ്റെ ബോണറ്റോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ആൾക്കാരോ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേ സ്ഥാനത്ത് നമ്മളിവിടെ ഒരു ക്യാമറ ഒന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടും വരുന്നില്ല. ഫ്രണ്ട് കണ്ട് വേറെ വാഹനം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഇതൊരു ചെറിയ വഴിയാണ്. ചെറിയ വഴിയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഗുണമാണ്. ഗിയർ ബോക്സ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ IMT കിട്ടുന്നുണ്ട്. 6 സ്പീഡ് IMT കിട്ടുന്നുണ്ട്, 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കിട്ടുന്നുണ്ട്, 7 സ്പീഡ് DCT കിട്ടുന്നുണ്ട്, 6 സ്പീഡ് AT കിട്ടുന്നുണ്ട്. അങ്ങനെ ഗിയർ ബോക്സിൻ്റെ ഓപ്ഷനും ചാകര പോലെ തന്നെയാണ് കിടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 1.5 ലിറ്റർ CRDIയിൽ വരുന്ന പവർ എന്ന് പറയുമ്പോഴത്തേക്ക് 116 PS പവറും 250 Nm ടോർക്കുമാണ് വരുന്നത്. അതുപോലെ തന്നെ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ 114 PS പവറും 144 Nm ടോർക്കുമാണ് കിട്ടുന്നത്. അതുപോലെ 1.5 ലിറ്റർ GDI എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഗ്യാസോലിൻ ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 160 PS പവറും 253 Nm ടോർക്കുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം പലരും ചോദിക്കുന്ന ഒരു കാര്യം, ഡീസൽ വാഹനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുതലാകുമോ, ഡീസലിൻ്റെ മൈലേജ് ഉണ്ടോ? ഈ ഡീസലിന് ഏകദേശം 19.5 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നോർമലായിട്ട് ഓടിച്ചാൽ ആ ഒരു മൈലേജ് കിട്ടും. അല്ലാത്ത പക്ഷം സിറ്റീസിലാണ് നമുക്ക് ഡ്രൈവ് കൂടുതലെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 15-16 തൊട്ടൊക്കെ നമുക്ക് മൈലേജ് നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഡ്രൈവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിക്ക് ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഞാനൊരു ഡീസൽ വാഹനം എടുക്കാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും ഒരു ഡീസൽ വാഹനം സജസ്റ്റ് ചെയ്യില്ല. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ചെറിയ രീതിക്ക് വർഷത്തിലൊരു 10,000 കിലോമീറ്റർ എങ്കിലും കുറഞ്ഞത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഡീസൽ വാഹനം എടുക്കാം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഡീസൽ വാഹനത്തിന് പുറകെ പോരുത്, പെട്രോൾ വാഹനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏതായാലും ഒരു ഓവറോൾ ഡ്രൈവ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഓക്കെ ഫീൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഞാനിപ്പോൾ ഒരു ഡീസൽ മാത്രം ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു ടർബോ പെട്രോളും ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡും എല്ലാം കിടക്കുന്നുണ്ട്. അതുമെല്ലാം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തും കൂടെ നോക്കാം. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് ഇതിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഇതിൻ്റെ ഓഫർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കിയയുടെ ഷോറൂമിലെ നമ്പർ ഞാൻ കൊടുത്തേക്ക്. അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവർ തരുന്നതായിരിക്കും. മോശപ്പെട്ട വഴിയും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഏകദേശം 195 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് എങ്ങനെയുണ്ടെന്നും കൂടെ ഒന്നറിയാം. ഇതിപ്പോൾ വേറൊരു കേസും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ 4 പേര് ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ 4 പേര് ഇരിക്കുന്നുള്ളതുകൊണ്ട് കുറച്ചുകൂടെ വാഹനം താഴും. എന്നാലും ഒരു രീതിക്കുള്ള അടിതാട്ടുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കിവിടെ കൂടെ ഒന്ന് നോക്കാം. ഓവറോൾ സ്റ്റിഫർ സൈഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു രണ്ടിൻ്റെയും കൂടി ഒരു നോർമൽ ഫീലേ നമുക്ക് സസ്പെൻഷനെ കിട്ടുന്നുള്ളൂ. അതായത് ഒത്തിരി സോഫ്റ്റും അല്ല ഒത്തിരി ഹാർഡും അല്ല, ഒരു നോർമൽ രീതി. കുറച്ച് അപ്പോൾ ഏതായാലും രാത്രി ഈ ഭാഗത്തൊരു ലുക്ക്, ഈ സ്വാപ്പ് സ്വിച്ച് നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു രീതി. പകൽ കുറച്ചൊരു ഡിമ്മായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും രാത്രി നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ.